രാവിലത്തേതുപോലെ തന്നെ എൻ്റെ എല്ലാ വൈകുന്നേരങ്ങളും വളരെ ബിസിയാണ് കേട്ടോ. അതായത് ഈ രാവിലെ വെച്ച കറികളൊക്കെ ഒന്ന് ചൂടാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള പരിപാടികളാണ്. ഇത് അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾ അമ്പഴങ്ങ കണ്ടിട്ടുണ്ടോയെന്ന്. ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ട പുഴുങ്ങി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു കപ്പ എടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക, നന്നായി കഴുകി കുതിർത്ത് വെക്കുക. കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിൽ വെള്ളമൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പാനിൽ ഒട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ പരസ്പരം ഒട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെച്ചാൽ അത് മാറ്റി വേറൊരു പാത്രത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ മുട്ട വേവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും പറയണം, കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ ഈ മുട്ട ഇങ്ങനെ പൊട്ടാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മുട്ട മൊത്തം പൊട്ടിയിട്ട് ഒരുമാതിരി വൃത്തികേടായിരിക്കും. ഞാൻ മാക്സിമം അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ രാവിലെയും വൈകുന്നേരവും ചന്ദനത്തിരി കത്തിക്കാറുണ്ട് കേട്ടോ. ഇതിന് രണ്ടാണ് കാര്യങ്ങൾ: ഒന്ന് മണം ഉണ്ടാവും, രണ്ട് കൊതുകിനെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഗോതമ്പിനെ മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, ഇതൊന്നും മുട്ടില്ല. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളിയും പച്ചമുളക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, മറ്റേ സാദാ സാമ്പാർ പരിപ്പ്, കടല, ക്യാരറ്റ്, ബീൻസ് എന്ന് വേണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അതായത് വളരെ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വഴട്ടുക കേട്ടോ. വഴട്ടി കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഈ ഒരു കുഞ്ഞി കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ 2 കപ്പാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. വെള്ളം തിളയ്ക്കുമ്പോൾ ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചൂടാക്കിയിട്ട്, ആ ചൂടാക്കിയ സാധനം ഗോതമ്പിനെ ഇതിലോട്ടിട്ട് കൊടുക്കുക. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ഇടാൻ ശ്രമിക്കുക. കാരണം ഉപ്പ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നിന്നാൽ മതി, ഒരുപാട് കൂടരുതേ. അങ്ങനെ ഇട്ടിട്ട് ഇത് ഫുൾ സിമ്മിലാക്കിയിട്ട് കവർ ചെയ്ത് വെക്കുക. തിളയ്ക്കൊന്നും വേണ്ട. ഇനി സപ്പോസ് പെട്ടെന്ന് തിളയ്ക്കും, കാരണം വളരെ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിളയ്ക്കും. ഇത് ഫുൾ സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കുക. പിന്നെ നിങ്ങൾ നോക്കുക വേണ്ട, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അത് തനിയെ ആയിക്കോളും. കണ്ടോ, ഇതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അടി പിടിച്ചിട്ടില്ല. അതാ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. ഇപ്പം ഇളക്കി കഴിഞ്ഞാൽ ഇപ്പം കുറച്ചുകൂടി വെള്ളമുണ്ട് കേട്ടോ, ആയില്ല. എനിക്ക് അറിഞ്ഞില്ല. അപ്പം ഞാൻ ഒന്ന് ഇളക്കി നോക്കിയതാണ്. വീണ്ടും അടച്ചു. വീണ്ടും അതേ ഇതിലേക്ക് ആക്കി അടച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ മോൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അവൾക്ക് ചോറും പയറുപ്പേരിയും പിന്നെ വെണ്ടയ്ക്കുപ്പേരിയും ഒരു മുട്ടയും. ഇതാ ഇപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേജാണ്. എന്ന് വെച്ചാൽ വെള്ളമില്ലാത്ത സ്റ്റേജാണ്. ഈ ആവി പറക്കുന്നതുകൊണ്ട് ഇത് കാണാത്തതാണ്. ഞാൻ ഇത് ഫൈനൽ പാത്രത്തിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അത് വരും. അപ്പോൾ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇതാണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്താ പറയുക, പണ്ട് ഈ അംഗൻവാടിയിലൊക്കെ കിട്ടുന്ന ഉപ്പുമാവ് കണ്ടിട്ടുണ്ടോ, ആ ഒരു രുചിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തിയും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സൈഡിൽ ഒരു മുട്ടയും കൂടെ വെച്ചത്. അത്രയേ ഉള്ളൂ.